ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രേച്ചൂസ് കാർക്കാസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വാഹനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ബ്രാൻഡായ വോക്സ് വാഗൻ്റെ നമ്മൾ ടിഗ്വാൻ ആർലൈൻ എന്ന് പറയുന്നൊരു വാഹനമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ടിഗ്വാൻ ആർലൈൻ എന്ന് പറയുന്നൊരു വാഹനം. ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങളെല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രൈസുള്ളൊരു വാഹനം കൂടിയാണ്. അത് മാത്രമല്ല, ഇത് ടോട്ടലി ഇമ്പോർട്ടഡ് വാഹനമാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടഡ് ലുക്കും ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ലുക്ക് തന്നെ നമുക്ക് പറയേണ്ടത്. ഇതിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നത് കാര്യം എല്ലാവർക്കും അറിയാം. 2017 നമുക്കൊരു ടിഗ്വാൻ ഫസ്റ്റ് നമുക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 2025 നമുക്ക് മൊത്തത്തിൽ ഒരു ഫുൾ ചേഞ്ച് ആയിട്ടുള്ളൊരു വാഹനമാണ് നമുക്ക് ടിഗ്വാൻ ആർലൈൻ എന്ന് പറയുന്നൊരു വാഹനം. ഈ ഒരു ഫ്രണ്ട് ലുക്ക് തന്നെ നമുക്ക് ഫസ്റ്റ് നമുക്ക് ഇതിന് പറയാം. ഈ ഒരു DRL ലൈറ്റ് കാര്യങ്ങൾ, ഈ ഒരു ഗ്രില്ലെന്ന് പറയാനായിട്ട് നമുക്കൊരു ഇലക്ട്രിക് കാറിലൊക്കെ പോലത്തെ ഉള്ളൊരു ഫ്രണ്ട് ലുക്കാണ് ഈ ഒരു കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്ന് പറയുന്നൊരു ബാഡ്ജിങ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല വലുപ്പത്തിൽ നമ്മുടെ വോക്സ് വാഗൻ്റെ ലോഗോ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മുടെ ഈ ഒരു പ്രൊജക്ടർ 2 ചേമ്പറായിട്ടാണ്, 2 പ്രൊജക്ടർ ഹെഡ്ലാമ്പ് യൂണിറ്റ് നമുക്കിതിൽ വരുന്നത്. അതുപോലെ തന്നെ തൊട്ട് താഴെ നമുക്കൊരു എയർ ഡാം വരുന്നു. അതും നല്ല വലിയൊരു എയർ ഡാമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ക്രോം ഫിനിഷിംഗ് ഉള്ളൊരു ഭാഗം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അഡാസ് 2 ലെവലാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അഡാസിൻ്റെ ഭാഗവും നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നതാണ്. പിന്നെ ഈ ഒരു വുഡിലേക്ക് പോകുമ്പോഴും അതും നല്ലൊരു അട്രാക്റ്റീവ്, നല്ലൊരു ക്യാരക്ടർ ലൈനും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് സൈഡ് വ്യൂയിലേക്ക് പോകും. സൈഡ് വ്യൂയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു 19 ഇഞ്ചിൻ്റെ അലോയ്സാണ് വരുന്നത്. അതും നല്ല അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു അലോയ്സാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു അലോയാണ് ഈ കാണുന്നത്. സിൽവർ ഫിനിഷിങ്ങും ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങും ഉള്ളൊരു അലോയ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഒരു മേലെ നമുക്കൊരു ബ്ലാക്ക് പിയാനോ ഫിനിഷിംഗ് ഉള്ളൊരു വീൽ ആർച്ച് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ഭാഗം മാത്രമായിട്ടാണ് ഈ വീൽ ആർച്ച് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് പിന്നെയും ഈ ഒരു ആർലൈൻ്റെ എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ORVM വരുന്ന അഡ്ജസ്റ്റബിൾ ORVM ആണ്. ടേണിംഗ് ഇൻഡിക്കേറ്റർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു ക്രോം ഫിനിഷിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റൂഫ് റെയിൽ നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു റൂഫ് റെയിലാണ് വരുന്നത്. അത്യാവശ്യം നല്ലൊരു വലിയൊരു ഗ്ലാസ് ഏരിയയാണ് ഈ ഒരു സൈഡ് വ്യൂവിൽ നമുക്ക് വരുന്നത്. ഇനി നമുക്ക് ബാക്കിലേക്ക് പോകും. നമുക്ക് ബാക്കിലേക്ക് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ടെയിൽ ലൈറ്റാണ് ഇതിൽ വരുന്നത്, കണക്റ്റ് ആയിട്ടുള്ളത്. പിന്നെ നമുക്കൊരു IQ ലൈറ്റ് എന്ന് പറയുന്നൊരു സ്റ്റിക്കറിങ് നമുക്കിതിൽ വരുന്നതാണ്. പിന്നെ നമുക്ക് വേറെ വരേണ്ടത് നമുക്കൊരു ഡീഫോഗർ വരുന്നുണ്ട്. അതുപോലെ തന്നെ വൈപ്പർ വരുന്നുണ്ട്. മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടിഗ്വാൻ എന്ന് പറയുന്ന ബാഡ്ജിങ് വരുന്നുണ്ട്. ഫോർ മോഷൻ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. ഓൾ വീൽ ഡ്രൈവാണ് ഈ വാഹനം. അത്യാവശ്യം നമുക്ക് ഓടിക്കാൻ ഭയങ്കര സ്പോർട്ടി ആയിട്ട് നോർമലായിട്ട് പറ്റിയൊരു വാഹനം കൂടിയാണ്. അപ്പോൾ അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നമുക്ക് അഡാസിൻ്റെ ഒരു ഭാഗം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്രോം ഫിനിഷിംഗ് ഉള്ളൊരു ഭാഗവും നമുക്കിതിൽ വരുന്നതാണ്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടിഗ്വാൻ ആർലൈൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല വലിയൊരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. 652 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. നമുക്കൊരു പാർസൽ ട്രേ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു പഞ്ചർ കിറ്റിൻ്റെ ഭാഗമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് സ്പെയർ വീല് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നതല്ല. നമുക്കിത് 60-40 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാവുന്നതും കൂടിയാണ്. അപ്പോൾ കുറച്ചും കൂടി സ്പേസ് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് ടിഗ്വാൻ ആർലൈൻ്റെ ഫസ്റ്റ് ഇൻറ്റീരിയറിലേക്ക് പോകാം. നമുക്ക് ഡോർ പാനലിലേക്ക് തന്നെ പോകാം. ഫസ്റ്റ് ഈ ഒരു കാണുന്നൊരു ഭാഗം നമുക്ക് ഭയങ്കര അട്രാക്ഷനായിട്ട് തോന്നുന്ന ഒരു ബ്ലാക്ക് പിയാനോ ഫിനിഷിങ്ങിൽ ഒരു പാറ്റേൺ പോലത്തെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. ORVM അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്വിച്ചസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ വെക്കാവുന്ന ഒരു സ്പേസ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, ഒരു പ്രീമിയം ക്വാളിറ്റിയിലാണ് നമുക്ക് ഈ ഒരു ഇതിൽ കൊടുത്തിട്ടുള്ളത്. ലെതർ ഫിനിഷിംഗ് ആണ് ഇതിൽ വരുന്നത്. ഡോർ പാനൽ അതും ഒരു ബ്ലൂ സ്റ്റിച്ചിങ് ഉള്ളൊരു ഭാഗവും നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് സ്റ്റിച്ചിങ്ങും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇൻറ്റീരിയറിലേക്ക് കയറിയിരിക്കുകയാണ്. അത്യാവശ്യം നല്ലൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു എന്താ പറയുക, ഈ ഒരു ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു ഭംഗി ഈ ഒരു വാഹനത്തിലിരിക്കുമ്പോൾ
അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇൻറ്റീരിയറിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഡാഷ്ബോർഡ് വരുമ്പോൾ നല്ലൊരു ലെതർ ഫിനിഷിംഗ് ആണ്, ഒരു പ്രീമിയം ടച്ചാണ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിങ്ങും അതുപോലെ തന്നെ ഈ ആംബിയൻസ് ലൈറ്റും കൂടി വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഭംഗിയാണ്. 30ഓളം ആംബിയൻസ് ലൈറ്റാണ് നമുക്ക് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു ആ ഒരു ഭാഗത്ത് നമുക്കൊരു 6 എന്ന് പറയുന്നൊരു ബാഡ്ജിങ് പോലത്തെ ഒരു ഭാഗം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. AC വെൻസ് ആണെങ്കിലും അതും നല്ലൊരു ഭംഗിയിലുള്ളൊരു AC വെൻസാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ളൊരു ഗ്ലോ ബോക്സാണ് ഇതിൽ വരുന്നത്. പിന്നെ മെയിനായിട്ട് നമുക്ക് എടുത്ത് പറയണത് നമുക്ക് ഒരു 15 ഇഞ്ചിൻ്റെ ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ എല്ലാ മറ്റേ MG അങ്ങനത്തെ ഒരു വാഹനങ്ങളിലൊക്കെ കണ്ടുപോലത്തെ അത്രയും വലിയൊരു ഇൻഫോടൈം സിസ്റ്റം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ, നാവിഗേഷൻ പോലത്തെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് AC കൺട്രോൾസ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. പിന്നെ നമ്മുടെ എല്ലാ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കൺട്രോൾസ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് കുറച്ച് പഠിക്കാനുണ്ട് നമുക്കിതിൽ ഇരിക്കുമ്പോൾ തന്നെ. കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഡ്രൈവ് മോഡ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഇൻഫോടൈം സിസ്റ്റത്തിൽ തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ തൊട്ട് താഴെ വരുമ്പോൾ ഇതാണ് നമുക്കൊരു AC വെൻറ്റ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു സ്പേസ് വരുന്നുണ്ട്. ഇത് തൊട്ട് മേലെയായിട്ട് നമുക്കൊരു 2 ഫോൺ നമുക്ക് വയർലെസ് ചാർജിങ് നമുക്ക് വെക്കാം. അതുപോലത്തെ 2 C-പോർട്ട് പോർട്ടുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു റോട്ടറി സ്വിച്ച് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വോളിയം കൺട്രോൾസ് കാര്യങ്ങൾ നമുക്കിതിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാർട്ട് എൻജിൻ സ്റ്റോപ്പിൻ്റെ ബട്ടൺ നമുക്കിതിൽ വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസിൻ്റെ ഒരു ബട്ടൺ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ നമുക്കിത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എവിടെയാണ് വെക്കേണ്ടതെന്നുള്ളൊരു ഭാഗത്ത് വെക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഇതാണ് നമുക്ക് വോക്സ് വാഗൻ്റെ ടിഗ്വാൻ ആർലൈൻ്റെ കീ വരുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ആംറസ്റ്റിൻ്റെ ഇവിടെയും ഒരു സ്പേസ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. പിന്നെ നമ്മുടെ പനോരമിക് സൺറൂഫാണ് നമുക്ക് വലിയൊരു കാര്യമായിട്ട് പറയേണ്ടത്. അത്യാവശ്യം നല്ല വലിയൊരു സൺറൂഫാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സീറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ളൊരു സീറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു സ്പോർട്സ് കാറിലൊക്കെ ഇരിക്കുന്ന അതേ ഒരു ഫീലാണ് നമുക്ക് ഈ സീറ്റ് വരുന്നത്. പിന്നെ 2 സീറ്റ് നമുക്ക് വെന്റിലേറ്റർ സീറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മളെ പൊതിഞ്ഞ് എന്ന് വെച്ചാൽ നമ്മളെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഈ സീറ്റിൽ നമുക്ക് ഇരിക്കുമ്പോൾ തോന്നുന്നത്. നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു മസാജിങ് കൂടി ഉൾപ്പെടെയുള്ളൊരു സീറ്റാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സീറ്റല്ല ഇത്. നമുക്ക് നോർമലി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സീറ്റാണ്. പക്ഷെ അതിന് പകരമായിട്ടാണ് നമുക്കൊരു മസാജിങ് ഒരു ഭാഗം നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി വാഹനം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമ്പോർട്ടഡ് വെഹിക്കിൾ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു കുറച്ച് ഒരു പ്രീമിയം ലുക്ക് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനം തരുന്നതാണ്. ഇനി നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് പോകാം. നോർമൽ കാണുന്ന ആ ഒരു വോക്സ് വാഗൻ്റെ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. 3 സ്പോക്കിൻ്റെ സ്റ്റിയറിംഗ് വീലാണ്. ഇവിടെ നമുക്കൊരു സിൽവറിൻ്റെ ഭാഗം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 6 എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് പോലത്തെ ബ്ലാക്ക് പിയാനോ ഫിനിഷിങ്ങിൽ ഒരു ഭാഗം നമുക്കിതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. വോളിയം കൺട്രോളിൻ്റെ സ്വിച്ചസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലസ്റ്ററിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്വിച്ച് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഒരു ഭംഗിയിലായിട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമുക്ക് പാഡൽ ഷിഫ്റ്റ് നമുക്കിതിൽ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒരു ടൈമിൽ കാണാൻ പറ്റാത്തതുകൊണ്ടാണ്, ഞാൻ ഒരു മഴയും കാര്യങ്ങളായതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ക്ലസ്റ്റർ വരുന്നത് 10.2 ഇഞ്ചിൻ്റെ ഒരു ക്ലസ്റ്ററാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു സ്പോർട്ടി ലുക്കിലാണ് നമുക്ക് ഈ ആംബിയൻസ് ഗ്രീൻ ലൈറ്റാണ് ഇതിൽ വരുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ 30 ആംബിയൻസ് ലൈറ്റ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു ക്ലസ്റ്ററാണ്. നമ്മൾ ഈ വാഹനം ഡ്രൈവ് ചെയ്യണത് ഈ ഒരു ഭാഗത്താണ്. ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, ഇതാണ് നമ്മുടെ ഡ്രൈവിംഗ് സ്വിച്ച് വരുന്നത്. ടിഗ്വാൻ ആർലൈൻ്റെ ബാക്ക് റോയിലേക്ക് വന്നിരിക്കുന്നതാണ് പ്രീമിയം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീമിയം ആ സീറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കംഫർട്ടിൽ ഇരിക്കാവുന്നൊരു സീറ്റ് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 3 ഹെഡ് റെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതുപോലെ തന്നെ ഒരു ആംറെസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ കപ്പ് ഹോൾഡേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു 2 പേർക്ക് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാം. അപ്പോൾ ഈ ഒരു കപ്പ് ഹോൾഡർ വരുമ്പോൾ നടുക്കത്തെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വലിയൊരു ആംറെസ്റ്റ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒരു പ്രീമിയം സെറ്റപ്പിലുള്ളൊരു കാര്യമാണ് ഇത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു കപ്പ് ഹോൾഡർ. ഇതിലേക്ക് പോകുമ്പോൾ നമുക്കൊരു AC വെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 C-പോർട്ട് ചാർജിങ് പോർട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാക്കിലത്തെ റോ എന്ന് പറയുന്നത്. നല്ല അത്യാവശ്യം നല്ലൊരു കംഫർട്ട് കാര്യങ്ങൾ നമുക്ക് തരുന്നുണ്ട്. നല്ല ഹെഡ് റൂമാണ്. അതുപോലെ തന്നെ നല്ലൊരു ലെഗ് സ്പേസ് കാര്യങ്ങൾ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സെൻറ്റർ ടണൽ കുറച്ച് കൂടുതലായതുകൊണ്ട് നമുക്ക് നടുക്കിരിക്കുന്ന ആൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിരിക്കാവുന്നത് മാത്രമാണ് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം
പെർഫെക്റ്റ് എന്ന് പറയുന്നൊരു കാര്യം തന്നെയാണ്. അടിപൊളിയാണ് ഈ ഒരു വാഹനം. ഗൈസ്, അപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു വീഡിയോ നമ്മൾ തീർക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വോക്സ് വാഗൻ്റെ EVM ഷോറൂമിലെ യാർഡിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു വണ്ടി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലോബൽ എൻക്യാപ്പിൽ നമുക്ക് 5 stars കിട്ടിയൊരു വാഹനം കൂടിയാണ്. അതുപോലെ തന്നെ നമുക്ക് ജർമ്മൻ വെഹിക്കിളാണ്. അത്യാവശ്യം നമുക്ക് ബിൽഡ് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം വോക്സ് വാഗൻ അത്യാവശ്യം നല്ലൊരു അടിപൊളി ബിൽഡ് ക്വാളിറ്റി ആണെന്ന്. അതുപോലെ തന്നെ 9 എയർ ബാഗ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത്. ABS, EBD, ESP, ഹിൽമോണ്ട് അസിസ്റ്റൻ്റ് പോലത്തെ എല്ലാ നമുക്കൊരു സേഫ്റ്റി ഫീച്ചേഴ്സ് കാര്യങ്ങൾ ഈ ഒരു വാഹനത്തിൽ കൊടുത്തേണ്ട ഒരു പ്രീമിയം കാറാണെന്ന് പറയാം. അതിൻ്റെ പ്രൈസ് വരുന്നതാണ് കുറച്ച് കൂടുതലായിട്ടുള്ളത്. നമുക്കിതിൻ്റെ എക്സ്ഷോറൂം പ്രൈസാണ് ഞാൻ പറയുന്നത്. 49 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നമ്മൾ EVM ഷോറൂമിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക, ഡ്രൈവ് ചെയ്ത് നോക്കുക. ഒരു രക്ഷയില്ലാത്തൊരു വാഹനമാണ്. ഇതിൻ്റെ പെർഫോമൻസ് ആണ് ഇതിൻ്റെ മെയിനായിട്ട് എടുത്തു വരുന്നത്. നമുക്കൊരു എഞ്ചിൻ വരുന്നത് 2 liter ആണ് ഇതിൽ വരുന്നത്. പെട്രോൾ എഞ്ചിനാണ്, 4 cylinder ആണ്. 1984 cc ആണ് നമുക്കിതിൽ വരുന്നത്. അതുപോലെ തന്നെ 201 bhp നമുക്ക് 320 Nm ടോർക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു പവർഫുൾ വാഹനമാണ്. ഇതിൻ്റെ മൈലേജ് എന്ന് പറയുന്നത് 12 point സംതിങ് ആണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു 10 താഴെ ആയിരിക്കും ഇതിൻ്റെ മൈലേജ് വരുന്നത്. എന്നാലും നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലാണ് ഇതിൻ്റെ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഓടിച്ചാലേ ഇതിൻ്റെ ഒരു ഫീല് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. ഈ ഒരു വാഹനം എടുക്കാൻ ആകെ താല്പര്യമുള്ളവർ. അത്യാവശ്യം നല്ലൊരു വിലയുള്ളൊരു വാഹനമായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 49 ലക്ഷമാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ EVM ഷോറൂമിലൊന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യുക. ഈ ഒരു വാഹനം നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ പെർഫോമൻസ് അറിയുക ഈ ഒരു വാഹനത്തിൻ്റെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.